പവർ കട്ടിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത PDP പ്രവർത്തകന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ സ്വദേശി അഹമ്മദ് കബീറിന്റെ ഫോണാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്തത്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി. കേസെടുത്തിട്ടില്ല എന്നും പരാതി വന്ന സാഹചര്യത്തിൽ പരിശോധനയ്ക്കായി ഫോൺ കസ്റ്റഡിയിലെടുത്തതാണ് എന്നുമാണ് പോലീസ് വിശദീകരണം. എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തൂക്കി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിനെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂജൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത്രേ ഞാൻ പ്രയോഗിച്ചുള്ളൂ. കാരണം എൻ്റെ വികാരം അതാണ്. പാതിരാത്രിക്ക് 2:30 എണ്ണിച്ച് 1.5 മണിക്കൂർ കറണ്ട് പോയിട്ട് എൻ്റെ മക്കൾ ഉൾപ്പെടെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ ഏതൊരു രക്ഷിതാവും. കാരണം നാളെ അവർക്ക് പഠിക്കാൻ പോകണ്ടേ. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അത്തരം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മൊബൈൽ മാത്രം ഇന്നലെ വാങ്ങിച്ചു വെച്ചു അന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇന്ന് 10 മണിക്ക് വന്ന മൊബൈൽ തിരിച്ച് ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നു, മൊബൈൽ തന്നേക്കാന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 10 മണിക്ക് വന്നപ്പോൾ CSR ഇല്ല. CSR വന്നിട്ട് എന്നെ വിളിക്കാൻ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കേസ് ഇല്ലെന്നാണ് സാറന്മാർ പറയുന്നത്. കാരണം അതിനുള്ള പരാമർശമൊന്നും ഇല്ലെന്നാണ് സാറ് പറയുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പരാതിയിൽ ഇയാൾക്ക് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കേസ് എടുത്തിട്ടില്ല എന്നാണ് പോലീസ് തന്നെ ഇയാളോട് പറയുന്നത്. കേസ് എടുക്കാതെ എങ്ങനെയാണ് ഇയാളുടെ ഫോൺ പിടിച്ചുവെക്കാൻ പോലീസിന് പറ്റുക? മാധു, പൂക്കി ഭരണത്തിൽ ഒരു പിതാവിന്റെ ഗതികേട് എന്ന പേരിലായിരുന്നു അഹമ്മദ് കബീർ എന്ന PDP പ്രവർത്തകൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി 2:30-ക്ക് വീട്ടിൽ വൈദ്യുതി പോയപ്പോൾ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ ദൃശ്യങ്ങളടക്കം പകർത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ആ വീഡിയോയിൽ KSU പ്രവർത്തകൻ ഒരു പരാതി നൽകുന്നു. ആലപ്പുഴ DYSPക്കാണ് പരാതി നൽകുന്നത്. ആലപ്പുഴ DYSPയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസിൽ നിന്നും ഇന്നലെ അഹമ്മദ് കബീറിനെ വിളിക്കുന്നു. ഉടൻ സ്റ്റേഷനിലേക്ക് എത്താൻ പറയുന്നു. അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്താൻ പറയുന്നു. ഇയാളുടെ ഫോൺ പിടിച്ചു വെക്കുന്നു. എന്താണ് നിയമ നടപടിയെന്നോ അല്ലെങ്കിൽ എന്താണ് കാര്യമെന്നോ പറയുന്നില്ല. ഫോൺ പിടിച്ചു വെക്കുന്നു. നാളെ രാവിലെ വരാൻ പറയുന്നത് മാത്രമാണ് ഇയാൾക്ക് ഇന്നലെ വരെ അറിയാവുന്നത്. രാവിലെ 10 മണിക്ക് എത്തി. അപ്പോഴാണ് ഈ പരാതി സംബന്ധിച്ചറിയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നവമാധ്യമങ്ങളടക്കം വീഡിയോ ഇട്ടു എന്നാണ് ഇയാൾക്കെതിരായ പരാതി. പക്ഷേ എവിടെയും വീഡിയോയിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അഹമ്മദ് കബീർ പറയുന്നത്. പക്ഷേ ഇയാളുടെ ഫോൺ ഇപ്പോഴും പരിശോധിക്കാനാണെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ. ആ പോസ്റ്റോ അതിന്റെ സ്ക്രീൻഷോട്ടോ അതിന്റെ ലിങ്കോ പരിശോധിച്ചാൽ മതിയല്ലോ. ഈ ഫോൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, വളരെ പ്രൈവറ്റ് ആയ ഒന്നാണ്. അത് പിടിച്ചു വെക്കാനെങ്കിൽ കൃത്യമായ നിയമ കാര്യങ്ങൾ പൂർത്തീകരിക്കണം, അനുമതിയും വേണം. അതെ മാധു, നിത്യേന ഇത്തരത്തിലുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം, അന്വേഷിക്കണമെന്ന് പോലീസിന് യഥാവിധം സ്വാഭാവികമായി തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു കേസ്, അങ്ങനെയുള്ള പരാതിയിലാണ് അയാളുടെ നവമാധ്യമ അക്കൗണ്ട് അല്ലെ ഫേസ്ബുക്ക് അക്കൗണ്ടോ മറ്റോ തന്നെ അന്വേഷിക്കാനുള്ളത്. അയാളുടെ പേഴ്സണൽ ഡാറ്റ അടക്കുന്ന കാര്യങ്ങൾ, പേഴ്സണൽ വ്യക്തിത്വപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക എന്ന രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പോഴും വിശദീകരണം നൽകിയിട്ടില്ല. എന്തിനു വേണ്ടി ഫോൺ പിടിച്ചെടുത്തു? പോലീസ് കേസെടുത്തിട്ടില്ല. കേസെടുത്തെങ്കിൽ തന്നെ എന്തിന് കേസെടുക്കണമെന്നാണ് ചോദ്യം. അങ്ങനെ കേസെടുക്കാത്തൊരു പശ്ചാത്തലത്തിൽ ഒരു വ്യക്തിയുടെ, ഒരു ഇന്ത്യൻ പൗരന്റെ ഫോൺ ആണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഉള്ളത്. രാവിലെ 10 മണിക്ക് എത്താൻ പറഞ്ഞു. പിന്നീട് DYSP എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ സമയം നീട്ടി, അതായത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും ആ ഫോൺ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷെ കേസെടുക്കാനുള്ള യാതൊരുവിധ കാര്യങ്ങളും അതിൽ ആ പരാതിയിൽ അത്തരത്തിലുള്ള പരാതിയിൽ പറയുന്നത് പോലെയുള്ള അപമാനമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ അസഭ്യമോ ഒന്നും പറയുന്നതായിട്ടില്ല. ഇനി അത് പരിശോധിക്കാനുള്ള നവമാധ്യമ അക്കൗണ്ട് പരിശോധിക്കാതെ ഇയാളുടെ ഫോൺ പിടിച്ചെടുക്കുകയാണ് പോലീസിന്റെ നടപടിയിലുള്ളത്. വലിയ പ്രതിഷേധമുണ്ട്. അതെങ്കിലും ഒരു PDP പ്രവർത്തകൻ കൂടിയാണ്. ആലപ്പുഴ നഗരസഭയിൽ താമസിക്കുന്ന അഹമ്മദ് കബീറിന്റെ ഫോണാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് പൂക്കി ഭരണത്തിൽ ഒരു പിതാവിന്റെ ഗതികേട് എന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടതിന് പോലീസ് ഫോൺ പിടിച്ചെടുത്തത്. ആലപ്പുഴ സ്വദേശി അഹമ്മദ് കബീറിന്റെ ഫോണാണ് ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. പൂക്കി ഭരണത്തിലൊരു പിതാവിന്റെ ഗതികേട് എന്ന ക്യാപ്ഷനിൽ കുഞ്ഞു കുട്ടികളുടെ അടക്കം ഈ പവർക്കെട്ടിന്റെ സമയത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കേസെടുത്തിട്ടില്ല. പക്ഷേ